നിരവധി യാത്രക്കാർ ആശ്രയിച്ചിരുന്ന കൊച്ചി ലണ്ടൻ ഫ്ലൈറ്റ് എയർ ഇന്ത്യ നിർത്തലാക്കിയതോടെ ബദൽ സംവിധാനം ഒരുക്കാൻ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് തന്നെ നേരിട്ടിറങ്ങുകയാണ്. ലണ്ടനിലെ ഗാറ്റ്വിക്കിനും കൊച്ചിക്കും ഇടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് എയർവേസുമായും മറ്റു പല യൂറോപ്യൻ വിമാന കമ്പനികളുമായും ചർച്ച നടത്താൻ മുൻകൈ എടുത്തിരിക്കുകയാണ് സിയാൽ അധികൃതർ. എയർലൈൻ പങ്കാളികളെ ആകർഷിക്കുന്നതിനായി നിരവധി ആകർഷകമായ ഓഫറുകളും സിയാൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പാർക്കിംഗ് ഫീസ് ചാർജുകൾ എടുത്തുകളയുക, ഈ റൂട്ടിലെ സർവീസ് കൂടുതൽ ചെലവ് കുറഞ്ഞ രീതിയിൽ നടത്തുന്നതിനുള്ള മറ്റ് സഹായങ്ങൾ നൽകുക എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. 2025 മാർച്ച് 30 മുതൽ ഗാറ്റ്വിക്കിനും കൊച്ചിക്കും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദാക്കുമെന്ന എയർ ഇന്ത്യയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഈ നടപടികൾ ആരംഭിച്ചത്. നിരവധി ഇന്ത്യക്കാരെ, പ്രത്യേകിച്ചും ബ്രിട്ടനിലുള്ള മലയാളികളെ പ്രതിസന്ധിയിലാക്കുന്നതായിരുന്നു എയർ ഇന്ത്യയുടെ തീരുമാനം. ഒരുപാട് അസൗകര്യങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് എയർ ഇന്ത്യയുടെ ഈ തീരുമാനം. നേരിട്ടുള്ള വിമാന സർവീസ് റദ്ദാക്കി. ഡൽഹി വഴിയോ മുംബൈ വഴിയോ വിമാനം തിരിച്ചുവിടുമ്പോൾ യാത്രാ ദൈർഘ്യവും സമയം വർദ്ധിക്കും എന്നതാണ് പ്രധാന പ്രശ്നം. മാത്രമല്ല, യാത്രക്കിടയ്ക്കുള്ള കാത്തിരിപ്പ് സമയവും വർദ്ധിക്കും. നേരത്തെ ലേസ് വേഗാസിൽ നടന്ന റൂട്ട്സ് വേൾഡ് കോൺഫറൻസ് 2022 ലണ്ടനിലെ ഗാറ്റ്വിക്കിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കുന്നതിനെക്കുറിച്ച് സിയാൽ അധികൃതർ ബ്രിട്ടീഷ് എയർവേസുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ കഴിഞ്ഞ വർഷം ഇരുവർക്കുമിടയിൽ നടന്നിരുന്നു. ചർച്ചകളെല്ലാം തന്നെ പൊതുവെ അനുകൂലമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ എയർ ഇന്ത്യയുടെ തീരുമാനം പുറത്തു വന്ന സാഹചര്യത്തിൽ ലണ്ടനിൽ നിന്നും കൊച്ചിയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസിന്റെ ആവശ്യകത അധികൃതരെ ബോധ്യപ്പെടുത്താൻ യുകെയിലെ സംഘടനകൾ സമ്മർദ്ദം ചെലുത്തണമെന്നും സിയാൽ ആവശ്യപ്പെടുന്നു. ഇതിനോടകം തന്നെ നിരവധി സംഘടനകൾ ബ്രിട്ടനിലെയും ഇന്ത്യയിലെയും മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെ കണ്ട് ഈ ആവശ്യം അവരെ അറിയിക്കുന്നുണ്ട്. എയർ ഇന്ത്യയുടെ ഗാറ്റ്വിക്ക് കൊച്ചി വിമാനം യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമായ ഒരു സർവീസ് ആയിരുന്നു. കേവലം 9 മണിക്കൂർ കൊണ്ട് ലക്ഷ്യത്തിലെത്തുന്നതായിരുന്നു ഈ സർവീസ്. ടിക്കറ്റ് നിരക്ക് അല്പം കൂടുതലായിരുന്നുവെങ്കിലും മലയാളികൾക്ക് ഇരു നഗരങ്ങൾക്കും ഇടയിൽ സഞ്ചരിക്കുവാൻ ഏറെ സൗകര്യപ്രദമായിരുന്നു ഈ വിമാനം. ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം നടത്തുന്ന ഈ സർവീസിൽ 283 എക്കണോമി ക്ലാസ് സീറ്റുകളും 18 ബിസിനസ് ക്ലാസ് സീറ്റുകളുമായിരുന്നു ഉണ്ടായിരുന്നത്. എക്കണോമി ക്ലാസിന്റെ കാര്യത്തിൽ 97% ടിക്കറ്റുകളും വിറ്റുപോയിരുന്നുവെങ്കിലും ബിസിനസ് ക്ലാസിന്റെ കാര്യത്തിൽ ആ ലക്ഷ്യം കൈവരിക്കാനായില്ല. ആദ്യം എക്കണോമി ക്ലാസുകൾക്ക് ശരാശരി 45,000 രൂപയായിരുന്നു ഈടാക്കിയിരുന്നത്. എന്നാൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ പ്രതീക്ഷിച്ചത്ര വിറ്റുപോകാതിരുന്നതോടെ എക്കണോമി ക്ലാസ് ടിക്കറ്റിന് 15,000 രൂപ വർദ്ധിപ്പിച്ചു. ഇതോടെ എക്കണോമി ടിക്കറ്റുകളുടെ വിൽപ്പനയും കുറയാൻ ആരംഭിച്ചു. ഈ സർവീസ് സ്ഥിരമായി റദ്ദാക്കിയതായി ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് സിയാൽ പറയുന്നത്. അതേസമയം ചില മെയിൻ്റനൻസ് ആവശ്യങ്ങൾക്കായി ഈ സർവീസ് താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നു എന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഈ റൂട്ട് ലാഭമുണ്ടാക്കുന്ന റൂട്ടാണെങ്കിലും പകരം സംവിധാനമൊരുക്കാൻ വിമാനമില്ല എന്നാണ് എയർ ഇന്ത്യ പറയുന്നത്. കൂടുതൽ ലാഭം നൽകുന്ന മറ്റു റൂട്ടുകളിൽ നിന്നും വിമാനം പിൻവലിച്ച് ഈ റൂട്ടിൽ സർവീസ് നടത്താൻ കമ്പനി തയ്യാറല്ല. നിലവിൽ എയർ ഇന്ത്യ മാത്രമാണ് ഇരു നഗരങ്ങൾക്കും ഇടയിൽ നേരിട്ടുള്ള സർവീസ് നടത്തുന്നത്.